നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ജൂൺ 26 ഈ വേൾഡ് കപ്പിലേറെ ആകാംക്ഷയോടുകൂടി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ദിവസമാണത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 27 പുലർച്ചെയാണത്. 26 രാത്രി ഇന്ത്യൻ സമയം ജൂൺ 27 പുലർച്ചെ ആ രണ്ട് കളികൾ നടക്കുന്നു. ഒന്ന്, ഇന്ന് വരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നേർക്ക് നേർ വന്നിട്ടില്ലാത്ത രണ്ട് പ്രോളിഫിക് സ്ട്രൈക്കർമാർ, ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം ഗോൾ വർഷം നടത്തുന്ന രണ്ട് സ്ട്രൈക്കർമാർ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും നേർക്ക് നേർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ വരുന്നു. യെസ്, നോർവേ വേഴ്സസ് ഫ്രാൻസ് പോരാട്ടം. അതൊരു കിടിലൻ പോരാട്ടമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. നോർവേയുടെ ബാക്കി ടീം അത്ര ഫ്രാൻസിനോട് മുട്ടാൻ പറ്റിയതാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എർലിംഗ് ഹാലൻഡ് അവൻ എന്തും ചെയ്യും, അവനെ ഭയന്നേ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം. സോ നോർവേ വേഴ്സസ് ഫ്രാൻസ് മത്സരം ഗ്രൂപ്പ് ഐയിലെ പോരാട്ടം ജൂൺ 26 രാത്രി ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 27 പുലർച്ചെ 12:30 ആ കളി. അതുപോലെ തന്നെ അന്ന് രാത്രി ഇന്ത്യൻ സമയം പറയുമ്പോൾ അന്ന് പുലർച്ചെ 5:30 ഉറുഗ്വായും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടമുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ അതിനിർണായകമായ പോരാട്ടമാണത്. അവിടെ ലാമിനെ യമാൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. ബാഴ്സലോണയുടെ സൂപ്പർ താരം, മറുഭാഗത്ത് റയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിൽ നട്ടെല്ലെന്ന് വിളിക്കാവുന്ന ഫെഡെ വാൽവർദെ. സോ ഫെഡെ വാൽവർദെ വേഴ്സസ് ലാമിനെ യമാൽ പോരാട്ടം കൂടി അന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ ജൂൺ 26. ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾ വരുന്ന സമയമാണത്. തൊട്ടടുത്ത ദിവസം നമ്മളെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടമുണ്ട്, കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ പോരാട്ടം. അത് 28 പുലർച്ചെയാണ് ഇന്ത്യൻ സമയം, 28 പുലർച്ചെ 5 മണിക്കാണ് ആ കളി. അങ്ങനെ ഒരുപക്ഷെ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരങ്ങളാണ് എന്നതുകൊണ്ടുകൂടി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങളാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. കാത്തിരിക്കാം വേൾഡ് കപ്പിലെ സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.